വ്യക്തികളല്ല, പാർട്ടികളാണ് പ്രധാനം, ആശയങ്ങളാണ് പ്രധാനം, ആദർശമാണ് പ്രധാനം, തത്വമാണ് പ്രധാനം. വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത പാർട്ടിയാണ് CPM-ഉം CPI പോലുള്ള ഇടതുപക്ഷ പാർട്ടികളും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. കാറൽ മാർക്സിന്റെ ലെനിനിസ്റ്റ് ആശയങ്ങളിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ വ്യക്തി പൂജയില്ല, വ്യക്തികളാരുമല്ല. അവിടെ കൂട്ടായ തീരുമാനവും പാർട്ടിയുമാണ്. പാർട്ടിക്ക് മുകളിൽ പരുന്തും പറക്കില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ കാലാകാലങ്ങളായി വരുന്ന നേതൃത്വത്തിൽ വരുന്നവർ അവരുടെ അപ്രമാദിത്വം കൊണ്ട് പാർട്ടിയെയും സംവിധാനത്തെയും ഒക്കെ അവർ കൈക്കലാക്കും. അങ്ങനെ ഒരു കൈക്കലാക്കൽ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പിണറായി വിജയനെതിരെ ഇപ്പോൾ നടക്കുന്ന അതിരൂക്ഷമായ വിമർശനവും ഒളിയമ്പുകളും. പിണറായി വിജയനെ അടിക്കാൻ പറ്റില്ലെങ്കിൽ പിണറായി വിജയൻ വച്ചിട്ടുള്ള ജില്ലാ സെക്രട്ടറിമാരെയും അവരെ ഇവരെയൊക്കെ അടിക്കുക എന്നുള്ള പുതിയ തന്ത്രമാണ്. കണ്ണൂരിൽ KK രാഗേഷിനെ നൂലിൽ കെട്ടി ഇറക്കിയതാണ്. KK രാഗേഷിന് യാതൊരു പാരമ്പര്യമില്ല. അദ്ദേഹത്തെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത രീതി തന്നെ ഒരു നൂലിൽ കെട്ടി ഇറക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിലെ സഹാക്കൾ പോളിറ്റ് ബ്യൂറോയ്ക്കും MA ബേബിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ ആഭ്യന്തര കലാപം നടക്കുന്നു. ഈ സമയത്ത് താൻ മാറിയാൽ ഈ പാർട്ടി കല്ലിലടിച്ച പൂക്കുല പോലെ ഇല്ലാതാകുമോ എന്നുള്ള ഭയവും കൂടി പിണറായി വിജയനുണ്ട്. അങ്ങനെയാണെങ്കിൽ തൻ്റെ കാലഘട്ടത്തിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ ഒരു പാർട്ടിയെ പടുത്തുയർത്തുന്നതിൽ പിണറായി എന്ന് പറയുന്ന പിണറായിയുടെ പാറപ്പുറത്തുണ്ടായ 1925, 26, 27 കാലഘട്ടങ്ങളിൽ അതായത് 1930, 20കളിലും 30കളിലുമായിട്ട് കണ്ണൂരിലെ പിണറായിയിലെ പാറപ്പുറത്തും ആ ഭാഗത്തും ഒക്കെ ഉണ്ടായ, ഞാൻ ഒരു വർഷം പറയാത്തത്, അവിടെ നിരവധി യോഗങ്ങൾ ആ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ള 20കൾ മുതൽ 30കൾ വരെയുള്ള ദശകങ്ങളിൽ നടന്ന അത്തരം യോഗങ്ങളുടെ ബാക്കി പത്രമായി വന്നിട്ടുള്ള പാറപ്പുറത്ത് പിണറായിയിലെ പാറപ്പുറത്ത് നടന്നിട്ടുള്ള യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു പാർട്ടി പിണറായി വിജയനിലൂടെ തന്നെ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് പിണറായി വിജയന് സഹിക്കാൻ കഴിയില്ല. 17 വർഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ പാർട്ടിയെ അദ്ദേഹം പിടിച്ചെടുക്കുകയായിരുന്നു. അച്യുതാനന്ദനിൽ നിന്നൊക്കെ പാർട്ടിയെ കൃത്യമായി പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് പാർട്ടിയെ ഏകശിലാരൂപത്തിലേക്ക്, വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന, കൃത്യമായി പോളിറ്റ് ബ്യൂറോ മുതൽ താഴെ അറ്റം വരെ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ വലിയ തോതിൽ സംസ്ഥാനത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നതിനെ ഏകശിലാരൂപത്തിലാക്കി മാറ്റുന്നതിൽ പിണറായി വിജയന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ പിണറായി വിജയൻ പരിതപിക്കുന്നത് താൻ ഒന്ന് മാറ്റിവെച്ചാൽ, താൻ ഒന്ന് മാറിക്കൊടുത്താൽ ഈ പാർട്ടി തകരുമോ, കല്ലിലടിച്ച പൂക്കുല പോലാകുമോ, നേതാക്കൾ തമ്മിൽ ഏകോപനമില്ലാതെ വരുമോ എന്നുള്ളതാണ് വളരെ വലിയൊരു ചോദ്യമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ മാറുന്നില്ല. താൻ മാറിയാൽ പാർട്ടി തകർന്നു പോകും എന്നാണ് പിണറായി വിജയനെ ഉപദേശിക്കുന്നവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം. പക്ഷേ അതിൽ കാര്യമില്ല. കാലം ആരെയും കാത്തു നിൽക്കാറില്ല. പിണറായി വിജയന് ശേഷവും പാർട്ടി ഉണ്ടാകും. പിണറായി വിജയന് മുമ്പും പാർട്ടി ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഉള്ളപ്പോഴും പാർട്ടിയുണ്ട്. കാലം കഴിഞ്ഞും പാർട്ടി ഉണ്ടാകും. പാർട്ടി എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനമായാലും ഏത് അതൊരു നൈരന്തര്യ പ്രക്രിയയാണ്. അതുണ്ടാവും, കാലത്തിനനുസരിച്ച് ഉണ്ടാവും. കാലത്തിനോടൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ, കാലത്തിന് മുമ്പേ സഞ്ചരിച്ചില്ലെങ്കിൽ കാലക്കേട് കൊണ്ട് അത് ഇല്ലാതാവുകയും ചെയ്യും. കേരളത്തിൽ എത്ര പാർട്ടിയാണ് ഇല്ലാതായത്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അടക്കമുള്ള പാർട്ടികൾ, NDP പോലുള്ള പാർട്ടികൾ, SRP പോലുള്ള പാർട്ടികൾ, എത്ര പാർട്ടികൾ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി, പിന്നെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, NDP, അതുപോലെ തന്നെ PSP തുടങ്ങി സ്വതന്ത്ര കേരളം രൂപീകരിച്ചതിന് ശേഷം എത്ര പാർട്ടികളാണ് ഇല്ലാതായത്? അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉണ്ടായത് കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായത്. കോൺഗ്രസിൽ നിന്ന് പിളർന്നാണ് CPI ഉണ്ടാകുന്നത്. CPIയിൽ നിന്ന് പിളർന്നാണ് CPM ഉണ്ടാകുന്നത്. RSP ഉണ്ടായി. എത്ര RSP ഉണ്ടെന്ന്, എത്ര CPM ഉണ്ട്, എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, എത്ര പാർട്ടികൾ, RMP ഉണ്ട്, CMP ഉണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതുപോലെ കേരള കോൺഗ്രസ്, അതും പല കഷ്ണങ്ങളായി പിളർന്നാണ് പോയിട്ടുള്ളത്. അത് ഏറ്റവും കുറച്ച് പിളർന്നിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ്. അത് ഒറ്റ യൂണിയൻ ഉണ്ടായി. പക്ഷെ അത് പിന്നെ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായി. അത് പക്ഷേ ചെറിയൊരു സംവിധാനമാണ്. അതൊഴിച്ച് എല്ലാ പാർട്ടികളിലും, എല്ലാ മത സംഘടനകളിലും വലിയ പിളർപ്പുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും വ്യക്തികളാണ് പ്രാധാന്യമെന്ന് നമുക്ക് പറയുന്നതിൽ കാര്യമില്ല. പിണറായി വിജയൻ അങ്ങനെ ചിന്തിക്കുന്നതിലും കാര്യമില്ല. അങ്ങയുടെ കാലം അല്ലെങ്കിലും വയസ്സ് കൊണ്ട് കഴിയുമല്ലോ. കൽപ്പാന്തകാലം 82, 83 വയസ്സായ ഒരാളിന് കൽപ്പാന്തകാലം ജീവിച്ചിരിക്കാൻ കഴിയില്ലല്ലോ ആരോഗ്യത്തോടു കൂടി. തീർച്ചയായിട്ടും താങ്കളുടെ കാലം കഴിയും. താങ്കളുടെ കാലം കഴിഞ്ഞാലും ഈ പാർട്ടി ഇവിടെ വേണം. അതിനിപ്പോൾ ചെയ്യേണ്ടത്
പിണറായി വിജയൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മാറി നിന്നുകൊണ്ട് കൃത്യമായ ആളുകളെ വച്ചുകൊണ്ട് വളരെ കൃത്യമായി പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുകയാണ്. ഗോവിന്ദ മാഷിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തി വളരെ കൃത്യമായി പാർട്ടിയെയും സംവിധാനത്തെയും പാർലമെന്ററി സംവിധാനത്തെയൊക്കെ പുതുക്കിയാൽ ഈ പാർട്ടിക്ക് തീർച്ചയായിട്ടും ഭാവി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തമ്മിലടിച്ച് പോകുമോ? കാരണവർ പോകുമ്പോൾ, കാരണഭൂതർ മരിച്ചു പോകുമ്പോൾ, വീട്ടിലെ കാരണവർ മരിച്ചു പോകുമ്പോൾ, കാരണവർ അസുഖമായി കിടക്കുമ്പോൾ ബാക്കിയുള്ള മക്കൾ തമ്മിൽ കുലം കുത്തികളെപ്പോലെ തമ്മിലടിക്കുമോ എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തെക്കെന്നും വടക്കെന്നും ഗ്രൂപ്പെന്നും പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര കമ്മിറ്റി എന്നും സംസ്ഥാന കമ്മിറ്റി എന്നും ജില്ലാ കമ്മിറ്റി എന്നും എല്ലാ തരത്തിൽ പറഞ്ഞിട്ടുള്ള പ്രതിസന്ധികളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CPM ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി പക്ഷേ ഞങ്ങൾ നേരത്തെ സുഭാഷിതം ചാനലിൽ തന്നെ പലവട്ടം പല വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം ഭരണം കിട്ടുകയില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഭരണം കിട്ടാതിരുന്നാൽ CPMൽ വലിയ ആഭ്യന്തര കലാപമുണ്ടാകും. ഒരു പക്ഷേ അതിൽ കുലം കുത്തികളുടെ എണ്ണം കൂടും. ആ പാർട്ടിക്ക് ഒരുപാട് അതിൻ്റെ അടിവേര് പോകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, ഈ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കും എന്നതിനനുസരിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും CPIയുടെയൊക്കെ ഇന്ത്യയിലെ ഭാവി. അത് പറയുമ്പോൾ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് താനാണ് പാർട്ടി എന്ന് ധരിച്ചിടത്തുനിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. താനാണ് ഭരണമെന്ന് ധരിച്ച ഒന്നാം ഭരണത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള ആളുകളെയൊക്കെ വെച്ച് ശൈലജ ടീച്ചറെയൊക്കെ വെച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭരണം നടത്തിയിരുന്നു. പക്ഷെ രണ്ടാം ഭരണം ആയപ്പോൾ താനാണ് ഭരണം, താനാണ് മുഖ്യമന്ത്രി, താനാണ് മന്ത്രി, താനാണ് സ്റ്റേറ്റ്, ഐ ആം ദ സ്റ്റേറ്റ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് താങ്കൾ വന്നു. അവിടെ തുടങ്ങി സ്റ്റേറ്റിൻ്റെ പതനം. ഭരണവും പോയി. രണ്ടാമത് അങ്ങ് ചിന്തിച്ചത് ഐ ആം ദ പാർട്ടി സെക്രട്ടറി. ഗോവിന്ദ മാഷൊന്നും ഒന്നുമല്ല, ഞാനാണ് പാർട്ടി, ഞാൻ പറയും, ഞാൻ തീരുമാനിക്കും, ഞാൻ കുറിപ്പ് കൊടുക്കും, ഞാൻ പറയുന്നതേ നടക്കൂ, ഞാൻ വിചാരിക്കുന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് തുടങ്ങി പാർട്ടിയുടെ പതനവും ഭരണത്തിൻ്റെ പതനം തുടങ്ങിയതുകൊണ്ട് ഭരണം മാറി, പാർട്ടിയുടെ പതനം ആരംഭിച്ചിട്ടുണ്ട്. അത് ഗൗരവതരമായി പാർട്ടി ചർച്ച ചെയ്യുമോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നത് കേന്ദ്ര കമ്മിറ്റി കൂടി ചായ കുടിച്ച് പിരിയുന്നതല്ലാതെ കേന്ദ്ര കമ്മിറ്റിയും കൃത്യമായ ഒരു തിരുത്തലൊന്നും കൊണ്ടുവരുന്നില്ല. അണികൾ തിരുത്തണമെന്നും താഴോട്ടുള്ളവർ തിരുത്തണമെന്ന് പറയുന്നു. പിന്നെ ഒളിയമ്പുകൾ അയച്ച് കളിക്കുന്നു. ബാൾ പാസ് ചെയ്താലല്ലേ മറ്റൊരാളിന് ഗോളടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒളിയമ്പുകൾ അയച്ച് കളിക്കുന്ന MA ബേബിയാണ് നമ്മൾ കാണുന്നത്. MA ബേബി, പ്ലീസ് നിങ്ങൾ ഡയറക്റ്റ് കിക്കുകൾ നടത്തൂ. നിങ്ങൾ ഇൻഡയറക്റ്റായിട്ടുള്ള പാസീവ് കിക്കുകളിലേക്ക് പോകാതിരിക്കൂ. നിങ്ങൾ ഡയറക്റ്റ് കിക്ക് നടത്തണം. നിങ്ങൾ കൃത്യമായി ആരാണ് ഇതിനകത്തെ പ്രശ്നം, ആരാണ് തിരുത്തേണ്ടത്, ആരാണ് മാറേണ്ടതെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം.